Hello YouTubers, welcome to Man and Machine Gaming Plus Tech ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം കുറച്ച് നോയ്സ് ഉണ്ട് ഇവിടെ. തൊട്ടടുത്ത് പണി നടക്കുകയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് സൗണ്ട് ഉണ്ട്. നമ്മളോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇന്നൊരു പുതിയ പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു പുതിയ ക്യാം എടുത്തിട്ടുണ്ട്. ഏകദേശം 1,47,000 rupees വരുന്ന ഒരു ക്യാമറയാണ് അവൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവൻ ആ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് സോണിയുടെ ഒരു പ്രോഡക്റ്റാണ്. സോണിയുടെ A7 III എന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓഫ്ലൈൻ പ്രൈസാണ് പറഞ്ഞത് 1,47,000. ഓൺലൈൻ മേ വേരി. അപ്പോൾ ഓൺലൈൻ പ്രൈസ് നിങ്ങൾ സൈറ്റിൽ നോക്കുക. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കീ ഫീച്ചേഴ്സും ബാക്കി ഡീറ്റെയിലിങ്ങുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സിന്. നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. It's so beautiful, you and me. We meant to be in the great outdoors, forever free. Sometimes you need to go and take a step back to see the truth around you. From a distance you can tell. You and me meant to be in the great outdoors, forever free. You and me meant to be in the great outdoors, forever free. ഓക്കെ, നമ്മളിപ്പോൾ അൺബോക്സിങ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് പറയുന്നതിന് മുമ്പേ നമുക്ക് യൂസേജ് എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ആണ്. വളരെ വെയിറ്റ് കുറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ലെൻസും കൂടെ വന്നിരുന്നാൽ പോലും വളരെ വലിയൊരു വെയിറ്റ് ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. സോ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബൾക്കി ഡിസൈൻ അല്ല. പിന്നെ ഇത് മിറർലെസ് ആണ്. മിറർലെസ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നെയിം A7 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സോണി A7. അപ്പോൾ ഇതിൻ്റെ പിന്നെയുള്ള ഫീച്ചേഴ്സുകൾ പറയുകയാണെങ്കിൽ ഇത് 4K സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമാണ്. അതുമാത്രമല്ല സ്റ്റഡി ഷോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് കുറച്ചും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ CMOS എന്ന് പറഞ്ഞൊരു സെൻസറാണ്. അപ്പോൾ ഈ CMOS സെൻസർ നല്ലൊരു ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 693 AF പോയിൻറ്റ്സ് ആണ്. അതായത് ഓട്ടോ ഫോക്കസിങ് പോയിൻറ്റ്സ് 693 ആണ്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ഓട്ടോ ഫോക്കസിങ് ഫീച്ചർ ഇതിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്കിതിൽ ഐ ഓട്ടോ ഫോക്കസിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലെ സ്ക്രീനിൽ നമ്മൾ എവിടെ ടച്ച് ചെയ്താലും നമുക്ക് അവിടെ എല്ലാം ഫോക്കസിങ് ഓപ്ഷൻ കിട്ടുന്നതാണ്. പിന്നെ 35mm ഫുൾ ഫ്രെയിമും 24.3 MB സെൻസറുമാണ് ഇതിൽ വരുന്നത്.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്, ഒരു അഡ്വാൻസ് ലെവലാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടും 1,47,000 ഇത് വേർത്താണ്, നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്, അവൻ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൻ്റെ ഡീറ്റെയിലും, അതായത് അവൻ്റെ ഇൻസ്റ്റാ ഐ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾക്ക് അവനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഫോട്ടോഷൂട്ട് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവൻ്റെ ഡീറ്റെയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്യാമിലേക്ക് വരാം. ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ വൈഫൈ കണക്ടിവിറ്റി അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് 4 hours നമുക്ക് ഇതിൻ്റെ ഫുൾ ഫങ്ഷൻ ചാർജിങ് ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചറുകൾ. ഇനി നമുക്കിതിൽ കുറച്ചെടുത്ത ഫോട്ടോസ് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇതിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വ്ളോഗിങ് ക്യാം അല്ല, അതായത് വ്ളോഗേഴ്സിന് ഇത് യൂസ്ഫുൾ അല്ല. അതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇവിടുത്തെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞത് ഇതാണ് ഫ്ലിപ്പ്. നമുക്കിതൊരിക്കലും 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഇത്രേ പറ്റത്തുള്ളൂ. അതായത് നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയെടുക്കാൻ പറ്റും ഫോട്ടോസ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇത്രയും, നമുക്ക് ഈ സ്ക്രീൻ ഒരിക്കലും 360 റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഇതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്കിതിൽ പറയേണ്ട ഒരു നെഗറ്റീവ് പോയിൻറ്റ്. അല്ലാതെ എനിക്കിതിലൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കറിയാം ഇതിലുള്ള പ്രശ്നങ്ങൾ പറയാൻ വളരെ കുറച്ചേ കാണത്തുള്ളൂ. നല്ല രീതിയിലുള്ളൊരു ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്, വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്, മിറർലെസ് ആണ്, അതോടൊപ്പം തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്, ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം അപാരമാണ്. ഇത്രയൊക്കെ തന്നെ മതിയാവും നമുക്കൊരു ഗുഡ് ഫോട്ടോഗ്രാഫറിന് അവന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് അതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിലുള്ള നോയ്സാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഒരിക്കൽ കൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.